എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനന്യവചനം ആ ഭാഗത്തിൽ 101, 102 ഉപവകുപ്പിലാണ്. ഒരേ ഒരു വചനം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിതമായിരിക്കുന്നതെന്ന കാര്യം അങ്ങ് ഓർക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാ മധുരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത് ഈ ഒരേ ഒരു വചനം. 426 ആദ്യം നമ്മൾ കേൾക്കുന്നത് മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 426, 427 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി 428 വരികയാണ്. 428. അപ്പോൾ 427 നമ്മൾ അവസാനിപ്പിച്ചത് ഈശോ പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അതിനുശേഷം ആ പ്രബോധനത്തിൻ്റെ കേന്ദ്രബിന്ദു എന്താണ്? 428 ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവിൻ. സദ്വാർത്ത, ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവിൻ. വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവിൻ. വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ കാണപ്പെടുന്നതിനും വേണ്ടി സർവനഷ്ടങ്ങളും അയാൾ സഹിക്കണം. അതാണ് ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും, ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടത്തോട് സദൃശനാകുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിൽ അയാൾ എത്തിച്ചേരുക. ഇത് വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ പ്രഖ്യാതമായ ഒരു പ്രബോധനമാണ്. 17 എന്ന് പറയുമ്പോൾ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ മറ്റുള്ളതെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്ന ഭാഗമാണത്. ഫിലിപ്പിയർ 3:8. 7 മുതൽ വായിക്കാം, അല്ലെങ്കിൽ അതിനല്പം മുമ്പ് 5 മുതൽ വായിക്കാം. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. അതാണ്, ഇവയെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. എൻ്റെ കർത്താവായ ക്രിസ്തു, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ അതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം
നമ്മൾ സാധാരണ പറയാറുള്ളത് യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു. അതാണ് എന്താ പറയുക. എന്നാൽ ക്ഷമിക്കണം ഞാനിങ്ങനെ പറയണതിൽ ഈ ഉച്ഛിഷ്ടം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന് അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കുമ്പോൾ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ അത് പെരിഷബിളാണ്, അത് നശ്വരമാണ്, അതിൽ അനശ്വരതയില്ല. എന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അനശ്വരമാണ്, അക്ഷയമാണ്, ദീപ്തമാണ്, ലഘുത്വമാണ്. ഇത് നമുക്ക് നൽകിയിരിക്കുന്നു കർത്താവ്. പക്ഷേ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ നശ്വരമായ, പൗലോസ് പറയാണ്, ഞാൻ മറ്റുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതിയിരിക്കുന്നു എന്ന് എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ നമ്മളെന്ന് ഞാൻ പറയുന്നില്ല. അതാണ് ലോകം മുഴുവനും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് ഒരു വളരെ ജ്ഞാനിയായ, വളരെ വിദ്യാഭ്യാസമുള്ള, ഗമാലിയേലിൻ്റെ അടുക്കലിരുന്നെല്ലാം പഠിച്ച ഒരു ജ്ഞാനിയായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുകയാണ്, ആ ജ്ഞാനമെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇത് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാശയം, ചില ക്രിസ്ത്യാനികളായിട്ടുള്ളവർ മാമോദീസ സ്വീകരിച്ചു, സ്ഥൈര്യലേഖനം സ്വീകരിച്ചു, വിശുദ്ധ കുർബാനയെ സ്വീകരിച്ചവർ ഇപ്പോഴും ജാതകവും നോക്കി, പലതും നോക്കി, പരിണാമ സിദ്ധാന്തവും നോക്കി, യേശു ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് തെളിവെന്താണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, വളരെ വിദ്യാഭ്യാസമുള്ളവർ. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിഭാഗം ആളുകളുടെ അവസ്ഥ. അവരിൽ ക്രിസ്തു രൂപപ്പെട്ടിട്ടില്ല. കാരണം അവർ ക്രിസ്തുവിന് വേണ്ടി ഇതൊന്നും നഷ്ടമാക്കിയിട്ടില്ല. ക്രിസ്തു നമ്മളിൽ രൂപപ്പെടണമെങ്കിൽ ഈ ബാക്കിയുള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കണം. ഇവിടെ പൗലോസ്ലീഹ ഈ പറയുന്നതിൽ 3 കാര്യങ്ങളാണുള്ളത്. 3 കാര്യങ്ങൾ. അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള 3 വാക്കുകളാണ്. അത് ജർമ്മനിൽ ഇങ്ങനെയാണ്: എക്കഡ്നസ് ക്രിസ്തു, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. എക്കഡ്നസ് ക്രിസ്തു. കെനൻ വിനൻ, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ മറ്റുള്ളവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കും. എന്തിനാണ് ഇത്? ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും. അതാണ് ക്രിസ്തുവിനെ നേടുന്നതിനും. എന്തിനാ ക്രിസ്തുവിനെ നേടുന്നത്? അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി, ഒരു പ്രേമ കഥയാണിത്. ഒരു പ്രേമ കഥയിൽ നായകനും നായികയും തമ്മിൽ പ്രേമം. ആ പ്രേമം ആരംഭിച്ചാൽ പിന്നെ രണ്ടുപേരുടെയും ആഗ്രഹം മറ്റേ ആളെക്കുറിച്ച് അറിയുക. കാമുകിക്ക് ആഗ്രഹം കാമുകനെക്കുറിച്ച് അറിയുക, കാമുകൻ ആഗ്രഹം അവളെക്കുറിച്ച് അറിയുക. എന്തിനാ അറിയണേ? അവളെ നേടുന്നതിന്, അവനെ നേടുന്നതിന്. അതാണ്. എന്തിനാ അവനെ നേടുന്നേ?
എന്തിനാ അവനെ നേടുന്നേ? അവനുമായി ജീവിതകാലം മുഴുവനും ഒന്നാകുന്നതിന്. ഒരു റൊമാൻറ്റിക് ലവ് ആണ്. അറിയുക, താങ്ക് യു പ്രിൻസി, അറിയുക, നേടുക, അവനുമായി ഒന്നാകുക. നമ്മുടെ കാറ്റഗീസം ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ കുര്യൻ ജോസഫ് സാറ് പറഞ്ഞൊരു കാര്യം ഓർക്കാണ്, അറിഞ്ഞ് സ്നേഹിക്കുക. എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? ദൈവത്തെ അറിയുവാനും കണ്ടോ, സ്നേഹിക്കുവാനും. എങ്ങനെ സ്നേഹിക്കാൻ? അറിഞ്ഞ് സ്നേഹിക്കുക. അറിയുക എന്നത് വലിയൊരർത്ഥമാണ് ഇവിടെ, അറിയുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സഭയുടെ അവസ്ഥയിൽ ഇതൊരു നമ്മളാരെയും കുറ്റം പറയല്ല, ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് ആഗ്രഹിക്കേണ്ടത്? ഏറ്റവും പ്രധാനം ആഗ്രഹിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ അറിയുക. അപ്പോൾ ഉച്ഛിഷ്ടം എന്ന് പറയുമ്പോൾ നശ്വരമായിട്ട് കണക്കാക്കി, എന്നിട്ട് അനശ്വരമായതിനെ ഞാൻ മുറുക്കെ പിടിക്കുന്നു. ആ വാക്ക് വരുമ്പോൾ ശരിയാവും, നമ്മളങ്ങനെ പറഞ്ഞാൽ മതി. അതെല്ലാം നശ്വരമാണ്. ആ നശ്വരതയെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു വിഡ്ഢിത്തരമാണ് നമ്മൾ ചെയ്യുന്നത്. അനശ്വരനായ സർവാധിപനായ സകലേശ്വരനായ ആ കർത്താവിനെ നമ്മൾ പഠിക്കുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ അറിയുക, ഇതെന്തിനാണിത്? ഇത് ക്രിസ്തുവിനെ അറിയുന്നതിനും ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നാകുന്നതിനും. ആ ഒരു പ്രേമകഥയെ ഓർക്കുക. ഒരു പ്രേമമാണ്, ശരിക്കും പ്രേമമാണ്. നമ്മൾ ക്രിസ്തുവിനെ പ്രേമിക്കണം. ആ പ്രേമത്തിലൂടെ അവനെക്കുറിച്ച് അറിയണം. ആ പ്രേമത്തിലൂടെ അവനോട് ഒന്നാകണം. അല്ലെങ്കിൽ എന്തെങ്കിലും തത്വം കൊണ്ടോ അവർ പറഞ്ഞതുകൊണ്ടോ ഇവർ പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു പ്രേമബന്ധമാണ്. ശരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്നത് കേട്ടോളൂ. ഇത് ക്രിസ്തുവിനെ നേടുന്നതിന് ഭയങ്കര നല്ലൊരു പദപ്രയോഗമാണ്. ക്രിസ്തുവിനെ നേടുക. എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ ജീവിതത്തിൽ. എന്തു മതി? ക്രിസ്തുവിനെ നേടുക. കണ്ടോ, ക്രിസ്തുവിനെ നേടുക. ഇത് ഇന്നത്തെ നമ്മുടെ പഠന വിഷയമാണ്. എന്തിനാണത്? അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി അത്രേ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. പ്രൈസ് ദ ലോർഡ്. നിയമത്തിൽ നിന്ന്, നിയമം പാലിക്കുന്നതിലൂടെ ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. വിശ്വാസം ദൈവം നമുക്ക് തന്നിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് എന്ത് തന്നു? വിശ്വാസം തന്നു. ഈ ഫിലിപ്പിയരല്ല, ഗലാത്യരിലാണ്. ഗലാത്യ 3-ാം അധ്യായത്തിൽ, ഗലാത്യ 3:23 കണ്ടോ, ഗലാത്യ 3:23 വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിൻ്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാതീതരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയിൽ നമ്മൾ പാലകന് അധീനരല്ല. ആണ്ടോ, എന്താ സമാഗതമായത്? ക്രിസ്തു വന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. എന്ത് തന്നു? ക്രിസ്തുവിനെ തന്നു. എങ്ങനെ തന്നു? വിശ്വാസത്തിലൂടെ. അതാണ് ഇതിപ്പോൾ ഗലാത്തിയല്ലേ നമ്മൾ വായിച്ചത്. എഫേസോസിൽ പറയുന്നത് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നതിനും. എഫേസോസ് 3:16 ഇല്ലേ? 3:17 വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും. പ്രൈസ് ദ ലോർഡ്. വെരി ഗുഡ്. ഉണ്ടോ?
ഗലാത്യർ 3, എഫെസോസ് 3, ഫിലിപ്പിയർ 3. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ? ഒന്ന് പരിശോധിച്ച് നോക്കുവിൻ. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? വലിയ സംഭവമാണ്. ഇനി ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ളത്. നമ്മൾ ഫിലിപ്പിയറിലേക്ക് വന്നു. 3:9, 3:10 ഇതാണ്. അത് അവനെയും, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, എല്ലാവരും കരമുയർത്തി ഉച്ചത്തിൽ പ്രഘോഷിക്കുക. അത് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും. കണ്ടോ, അവൻ്റെ പുനരുത്ഥാനം. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ച ആശയമാണ്. അവൻ്റെ പുനരുത്ഥാനം. അവിടെ ഗലീലി കടപ്പുറത്ത് നടന്ന കർത്താവ് മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എൻ്റെ പാപങ്ങളെ പ്രതി പീഡ സഹിച്ച് മരിച്ചിട്ട് എന്ത് സംഭവിച്ചു? 3-ാം ദിവസം ആ ശരീരം മഹത്വീകരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. പുനരുത്ഥാനം. ആ പുനരുത്ഥിതനായ യേശുവായിട്ടാണ്, ആ പുനരുത്ഥിതനായ യേശുവാണ് മിശിഹ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് ഈശോയാണ് നമ്മൾ ആരാധിക്കുന്നത്? പുനരുത്ഥിതനായ ഈശോ. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഞാൻ അറിയുന്നതിനും, അതറിയണമെങ്കിൽ എന്ത് വേണം? അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ്. അപ്പോൾ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പാണ് നമ്മുടെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. റോമർ 6. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിക്കപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്ഥാനത്താൽ ഞാൻ അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അതാണ് നമ്മുടെ ജ്ഞാനസ്നാനം. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പഴയ ജീവിതം മരിച്ചിട്ട് എന്ത് സംഭവിച്ചു? ആ മരിച്ച ക്രിസ്തു പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ പോലെ ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ, ഉത്ഥിതനായ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി മാറി. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ കാറ്റഗീസം 426 ആദ്യം തന്നെ പറഞ്ഞത്. ഇതൊരു ക്രിസ്തുവായിട്ടുള്ളൊരു വ്യക്തിബന്ധമാണ്. മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്, നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചു, മരിച്ചു, ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കൊന്ന് സ്തുതിക്കാം. ഇത് നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥ നമ്മളിൽ ഇപ്പോഴുണ്ട്. ആ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ മിശിഹ ക്രിസ്തു നമ്മളിൽ ഉണ്ട്. അവനാണ് സർവാധിപൻ. ഞാനൊരു ദിവസം ആ സർവാധിപനാം കർത്താവേ എന്നുള്ള ഗാനം ആലപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഇതാണ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് സർവാധിപനായിട്ട് ആദ്യം ചെന്നത് പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ ബന്ധനത്തിലായിരുന്ന ആദത്തെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് എടുത്തു. അതോടൊപ്പം ആദി പിതാക്കന്മാരെ എല്ലാം എടുത്തു. അപ്പോൾ
അവിടെ ഞാനന്ന് പറഞ്ഞെന്നാ തോന്നണേ, പറഞ്ഞില്ലെങ്കിൽ അത് വീണ്ടും പറയാണ്. അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ഇങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. സർവാധിപനാം കർത്താവേ എന്നുള്ള ഉത്ഥാന ഗീതം എന്നത് ആദത്തിൻ്റെ ഗീതം എന്നും കൂടിയാണ് പറയുന്നത്. ആദവും അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കൂടി ദൈവത്തെ ആർപ്പുവിളികളോടെ സ്തുതിച്ചു. സർവാധിപനാം കർത്താവേ, അതാണ് ഉത്ഥാന ഗീതം. അപ്പോൾ ആ ഉത്ഥാനത്തിൻ്റെ മഹത്വം ഓരോ ക്രിസ്ത്യാനിയിലും ഉണ്ട് സ്നേഹമുള്ളവരെ. അങ്ങനെ യേശു മിശിഹായായി, യേശു ക്രിസ്തുവായി, മിശിഹായായിട്ടാണ് ഇപ്പോൾ നമ്മളിൽ വസിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ പഠിച്ചു വരുന്നത് ക്രിസ്തു എന്ന അനന്യവചനം. ക്രിസ്തു എന്ന അനന്യവചനം പിതാവിനോടൊപ്പമായിരുന്നു. ആ പിതാവിനോടൊപ്പമായിരുന്ന വചനം മനുഷ്യനായി അവതരിച്ചു. മനുഷ്യരോടൊപ്പം 30 വർഷം ജീവിച്ചു. 3 വർഷം പരസ്യജീവിതം നടത്തി. 3 ദിവസം വിസ്മയനീയമായ രീതിയിൽ മരിച്ചു ഉയർത്തു. ആ മരിച്ചുയർത്ത ശരീരമാണ്, മരിച്ചുയർത്ത അവസ്ഥയാണ് നമ്മളിൽ ഇപ്പോഴുള്ളത്. അതാണ് അവൻ്റെ പുനരുത്ഥാനത്തിൽ. ഇനി നമുക്ക് കാറ്റഗിസത്തിൽ വരാം. വീണ്ടും നമുക്ക് 428 വായിക്കാം. ഇനി 428 ഒന്നുകൂടി വായിച്ച് നോക്കിയേ. ക്രിസ്തുവിൻ്റെ സദ്വാർത്ത, അതാണ് സദ്വാർത്ത. ഇതാണ് സദ്വാർത്ത. നമ്മൾ പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ആ നിയമമൊക്കെ പാലിച്ചവനാണ്, പക്ഷെ അതെല്ലാം ഞാനിപ്പോൾ ഉച്ചിഷ്ടം പോലെ കണക്കാക്കി. എനിക്ക് നിയമത്തിലൂടെയുള്ള നീതി അല്ല, മറിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലുള്ള നീതിയാണ് ഞാൻ. അവിടെ പൗലോസ് പറയാണ്, അതെല്ലാം ഉച്ചിഷ്ടം പോലെ കണക്കാക്കി, അതെല്ലാം നശ്വരമായിട്ട് കണക്കാക്കി. അതിനെയാണ് നമ്മൾ ഒരുപാട് പേര് പിടിച്ചിരിക്കുന്നത്. വിശ്വാസികളായ അനവധി പേർ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് മറ്റ് പല സിദ്ധാന്തങ്ങളിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ്? ഈ കാറ്റക്കിസം അറിയാത്തത് കൊണ്ടല്ലേ, ഈ ജ്ഞാനം അറിയാത്തത് കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തോ ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. നമ്മൾ അറിയുക മാത്രമല്ല, ഇത് പ്രാർത്ഥനയിലൂടെ നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ അറിഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ. നമ്മൾ അറിയാത്തൊരു കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കും. ഞാനിന്ന് ഞാനിന്ന് ഇതുപോലെ പറയുന്നത് എന്തുകൊണ്ടാണ്? 20 വർഷമായിട്ട് ഇതിൻ്റെ ഓരോ പാരഗ്രാഫും പഠിച്ച് 20 വർഷമായിട്ട് അരച്ചു കുടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസിൽ ഇത് പറയാൻ പറ്റും. ഈ പൗലോസ്ലീഹയുടെ ലേഖനത്തിൻ്റെ ഈ ഭാഗം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതൊരു പ്രേമകാവ്യമാണത്. അതാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്താണ്? ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ ആദ്യമായി അറിയണം? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം ജ്ഞാനം പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ വേറെ കുറേ പേരുണ്ട്, ഇതെല്ലാം ഞാൻ പഠിച്ചിട്ട് ആ ജ്ഞാനത്തിൻ്റെ നടക്കുന്നത്. അതല്ല. The surpassing worth of knowing Christ Jesus. അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചും ക്രൂശിതനായവരെക്കുറിച്ചും. അപ്പോൾ അതാണ് ഇവിടെ കാറ്റഗിസത്തിൽ പറയുന്നത്. സദ്വാർത്ത അറിയിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ആദ്യമായി എന്തറിയണം? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം നേടാൻ ശ്രമിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം നേടാൻ ശ്രമിക്കണം.
യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം നേടാൻ ശ്രമിക്കണം. ഐ തിങ്ക് നമ്മൾ നല്ലൊരു പോയിന്റിൽ വന്നിരിക്കുകയാണ്. നമുക്ക് വ്യക്തിപരമായി ഒരു തീരുമാനമെടുക്കണം. നമ്മൾ ഈ ലോകത്തിലുള്ള സകലതും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്താണ് അറിയേണ്ടത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. കേട്ടോ, ഇതൊരു സാക്ഷ്യമായിട്ട് പൗലോസ്ലീഹയുടെ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? പൗലോസ്ലീഹ എപ്പോഴും പറയണത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായതിനാൽ ബാക്കിയുള്ളതിനെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കി. എന്തുകൊണ്ടെന്നാൽ ഇത് അവനെ നേടുന്നതിനും അവനുമായിട്ടൊന്നാകുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനെ നേടുന്നതിനും ഇതാണ് 28, ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ കാണപ്പെടുന്നതിനും വേണ്ടി, അവനുമായി ഒന്നായി കാണപ്പെടുന്നതിന് വേണ്ടി എന്നാണ് അവിടെ. സർവനഷ്ടങ്ങളും അയാൾ സഹിക്കണം. ആ വ്യക്തി അതിനുവേണ്ടി ബാക്കിയുള്ളതെല്ലാം നഷ്ടമാക്കണം. അപ്പോൾ കാറ്റഗിസം പഠിപ്പിക്കണമെങ്കിൽ, യേശുവിനെ പ്രഘോഷിക്കണമെങ്കിൽ ബാക്കിയെല്ലാം അറിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ പോരാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഇന്ന് നമ്മുടെ ഒരു വലിയ വെല്ലുവിളി നമ്മുടെ പിള്ളേരിത് സമ്മതിക്കുന്നില്ല. നമ്മുടെ പിള്ളേർക്ക് ഇതൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? നമ്മൾ മുതിർന്നവരിത് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ മുതിർന്നവർ, മാതാപിതാക്കൾ ഇത് മനസ്സിലായാൽ നമ്മുടെ രക്തമാണ് അവരെവിടെ പോകാനാ? അവർ നമ്മുടെ രക്തമാണ്. അവർ നമ്മളോട് സിങ്കായിട്ടുള്ളവരാണ്. നമ്മുടെ ആത്മാവിൽ ഈ ബോധ്യം യേശുക്രിസ്തുവിൽ ഒന്നാം സ്ഥാനമായി നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞാൽ ഇത് താനെ നമ്മുടെ മക്കളിൽ പ്രസരിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ഇവിടെ ഈ യൂറോപ്യൻ സിറ്റുവേഷനിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണിത്. മാതാപിതാക്കൾ മക്കൾ നഷ്ടപ്പെട്ട മാതിരി ഭയാനകമായ അവസ്ഥയിലുണ്ടായിരുന്നവരിൽ ഈ ക്രിസ്തു കേന്ദ്രീകൃതത്വം അവരിൽ ഞാൻ എസ്റ്റാബ്ലിഷ് ആക്കി കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടികൾ വിശ്വാസത്തിലേക്ക് വരുന്നത് കാണുന്നു. നമ്മൾ അവരെ പുറകെ നടന്നിട്ടൊരു പ്രയോജനമില്ല. നമ്മുടെ പുറകെ തന്നെ നടക്കുക. ദാറ്റ് ഈസ് മോർ ഈസി. നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? യേശു ക്രിസ്തുവിനെ അറിയുക, അവനുമായി ഒന്നാകുക. ഇതാണ് കാറ്റഗിസത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ പഠിച്ചത്. എന്താ കാറ്റഗിസത്തിൻ്റെ ആമുഖം? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അതാണ് നിത്യജീവൻ. അതുകൂടാതെ നമ്മൾ ഈ ലോകത്തിൻ്റെതായ എന്തെല്ലാം അറിവുകളോ, എന്തെല്ലാം നശ്വരതയോ, എന്തെല്ലാം കീർത്തികളോ ബഹുമതികളോ നേടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. An intellect illuminated through the knowledge of Jesus Christ is the best. കേട്ടോ, ഇത് എം ചെറിയാൻ, ഐ തിങ്ക് ഷീ ഈസ് ആൾസോ എ ഡോക്ടർ ക്രിസ്റ്റീന എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ആധുനിക ലോകത്തിൽ നമ്മൾ എങ്ങനെ ജയിക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ കാലഘട്ടമല്ല. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ആധുനിക ലോകത്തിൻ്റെ കൺസ്യൂമറിസം, കൊമേഴ്ഷ്യലിസം, മെറ്റീരിയലിസം, എത്തിസം, അഗ്നോസ്റ്റിസം, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിജയിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവയെല്ലാം നമ്മുടെ മക്കളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ രക്ഷിക്കണം. അതിന് വേറെ ഒന്നും വേണ്ട, യേശുക്രിസ്തു മാത്രം മതി. പക്ഷേ യേശുക്രിസ്തുവിനെ മാത്രം പിടിക്കണം, ബാക്കിയുള്ളതിനെ പിടിച്ചതിൻ്റെ ഇടയ്ക്കല്ല. താങ്ക് യു എം ചെറിയാൻ. അപ്പോൾ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. നമ്മൾ കുറച്ച് പേര്, നമ്മൾ വിത്ത്. ഈ പ്രബോധനം
അത്രയ്ക്ക് മനോഹരമായി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൽ 3 വർഷം 3000-ലധികം പിതാക്കന്മാർ രാപകലിരുന്ന് പ്രാർത്ഥിച്ച് ഒരുക്കി തന്ന പ്രബോധനമാണിത്. അതിനെ നമുക്കിതുപോലെ കിട്ടിയിരിക്കുന്നു, നമ്മളിതുപോലെ പഠിക്കുന്നു. അതിൻ്റെ അന്തസത്തയിൽ നമ്മൾ ഒരു വ്യക്തിയെ മാത്രം മുറുക്കെ പിടിക്കുക, യേശു ക്രിസ്തു, ഉത്ഥിതനായ ക്രിസ്തു. കണ്ടോ, അതിലേക്ക് വരികയാണ്. ഔന്നത്യം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ഔന്നത്യം തേടാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി സർവനഷ്ടങ്ങളും അയാൾ സഹിക്കണം. എന്തിനാണ് ഇത്? ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും അപ്പോൾ ക്രിസ്തുവിനെ അങ്ങ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിനെ, ഭാര്യയും ഭർത്താവും പോലെ, ഇപ്പോൾ ഭാര്യ സഹിക്കുമ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് അവളോടൊപ്പം സഹിക്കാൻ തയ്യാറാണ്. എന്നപോലെ ഭർത്താവ് സഹിക്കുമ്പോൾ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയ്ക്ക് അവനോടൊപ്പം സഹിക്കാൻ തയ്യാറാണ്. എന്ന പോലെ ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനോടൊപ്പം സഹിക്കാൻ നമുക്ക് ആനന്ദം കിട്ടുകയാണ്. ആനന്ദം കിട്ടുകയാണ്. അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തെ സാദൃശ്യൻ ആവുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.